ത്രിയേക ദൈവത്തിൻ്റെ വന്യതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ കഴിഞ്ഞ 2 ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളായിരുന്നു സാമൂഹ്യ ജീവിതത്തോട് ബന്ധപ്പെട്ട്. ഒന്ന് ഭക്ഷ്യ സുരക്ഷാ ദിനവും രണ്ടാമത് ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനവുമായിരുന്നു. ലോകാരോഗ്യ സംഘടനയോടനുബന്ധിച്ച് നടപ്പിലാക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ച് പത്രമാധ്യമങ്ങളിൽ കൂടെ നാം കേൾക്കുകയും വായിക്കുകയും അറിയുകയും ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഏകദേശ കണക്കനുസരിച്ച് 700 കോടിയോളം ജനങ്ങൾ ഭൂമിയിൽ അധിവസിക്കുന്നുണ്ട്. അതിൽ 10% പേര് 10 കോടി ജനങ്ങൾ കൊടും ദാരിദ്ര്യത്തിലാണ് കഴിയുന്നത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ 1/7 പേർ ആവശ്യത്തിന് ഭക്ഷണം കിട്ടാത്തവരും ഉണ്ട് എന്നുള്ള കണക്ക് നമ്മൾ മറന്നുകൂടാ. 1/7 എന്ന് പറയുമ്പോൾ 70 കോടി ജനങ്ങൾ. ഈ സമയത്ത് ദൈവതമ്പുരാൻ നമ്മെ ഏൽപ്പിച്ചുള്ളതായ ധനവും മറ്റു കാര്യങ്ങളും നല്ല രീതിയിലാണോ ചിലവഴിക്കുന്നത് എന്നിട്ട് ചിന്തിച്ച് നോക്കേണ്ടത് അത്യാവശ്യമാണ്. പലപ്പോഴും നമ്മൾ ഭക്ഷണം ആവശ്യത്തിലേറെ കഴിക്കുകയും അതുകൂടാതെ നമ്മൾ ആവശ്യത്തിലേറെ പാത്രങ്ങൾ വാങ്ങി വെച്ചതിന് ശേഷം നശിപ്പിച്ച് കളയുകയും ചെയ്യുന്ന പ്രവണത സമൂഹത്തിനും അതുപോലെ തന്നെ ലോകത്തിനും നന്നല്ല എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർക്കണം. അത് വേസ്റ്റ് ആകുമ്പോൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ അഭിമുഖീകരിക്കുന്നത് മാലിന്യം നിക്ഷേപിക്കാൻ സ്ഥലമില്ലാത്തതാണ്. പല കൊട്ടാരങ്ങളിൽ നിന്നും വലിച്ചെറിയപ്പെടുന്നതായ മാലിന്യ ഭക്ഷണവസ്തുക്കൾ പുഴുക്കൾക്കും മറ്റും വളർന്നു വരുവാനുള്ളതായ കൊതുകുകളിലും വളർന്നു വരുവാനുള്ളതായ ആശ്രയകേന്ദ്രമാവുകയും അത് നമ്മുടെ കൊച്ചു കേരളത്തെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥാവിശേഷം ഇന്ന് നിലവിലുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ധനവാന്റെയും ലാസറിൻ്റെയും കഥ പറഞ്ഞ് നമ്മുടെ കർത്താവിനെ നാം മറന്നു പോകരുത്. ആ ധനവാൻ പോയത് എങ്ങോട്ടാണെന്നും ലാസർ പോയത് എങ്ങോട്ടാണെന്നും നമുക്കറിയാം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നാം ഓർക്കേണ്ടതായ ചില കാര്യങ്ങൾ. ഒന്ന്, നാം ഭക്ഷണം ധാരാളമായി കഴിക്കുമ്പോൾ മിച്ചം വെച്ച് കളയാനും ആവശ്യത്തിലേറെ കഴിച്ച് അനാരോഗ്യം വരുത്തുവാനും ഇടവരുത്താതിരിക്കാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. രണ്ടാമത്, കൊച്ചു കേരളം കാഴ്ചയ്ക്ക് അതിമനോഹരമാണ്, നമുക്കറിയാം. പ്രത്യേകിച്ച് പ്ലെയിനിൽ യാത്ര ചെയ്യുന്നവർ പറയുന്നത് നമുക്കെല്ലാം കേട്ടിട്ടുണ്ട്, മനോഹരമായ കേരളം. പക്ഷേ ഈ മനോഹരമായ കേരളത്തെ ധന്യമാക്കിയിരുന്ന കൃഷി നമ്മിൽ നിന്ന് അന്യമാവുകയും പാടശേഖരങ്ങൾ കാര്യമായി തീരുകയും മനുഷ്യൻ്റെ അത്യാർത്തി ലാഭക്കൊതി കൃഷിയിടങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥാവിശേഷത്തെത്തുകയും ചെയ്യുമാണ്. സ്കൂളിനോടും അതുപോലെ തന്നെ നമ്മൾ താമസിക്കുന്ന വാസസ്ഥലങ്ങളോടും ചേർന്ന് പച്ചക്കറിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. കൂട്ടുകാരായ ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നിങ്ങൾ ശരീരം അനങ്ങി പണിയെടുക്കുകയും ആരോഗ്യമുള്ളവരായി തീരുകയും സമൂഹത്തിന് അതിന് മൂലം നന്മ വരുത്തുകയും ചെയ്യുവാനായിട്ട് പ്രത്യേകിച്ച് ഓർക്കുക. ദൈവാശ്രയ ബോധത്തോടെ അനുഗ്രഹമുള്ള ഒരു സമൂഹമായി ഈ ഭക്ഷ്യസുരക്ഷാ ദിനം അതുപോലെ തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനവും ലോകം ആചരിച്ച സമയത്ത് നാം അത് കണ്ടില്ല എന്ന് നടിക്കാതെ നാം വീണ്ടും ദൈവാശ്രയ ബോധത്തിൽ ചിന്തിക്കേണ്ടതും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മുൻകൈ എടുക്കേണ്ടതുമാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നമുക്ക് ചെറുപ്പക്കാർക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാം. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ധീരന്മാരായ, ശക്തരായ, പ്രവർത്തിക്കുന്നവരായ, താക്കന്മാർ ആഹ്വാനം ശ്രവിക്കുന്നവരായ ചെറുപ്പക്കാരായ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഒന്നിച്ച് പണിയെടുക്കാം. പാവപ്പെട്ടവർക്ക് ഭക്ഷണം എത്തിക്കാനുള്ള നടപടികളിലേക്ക് ക്രമീകരിക്കാം. അങ്ങനെ 100 കാര്യങ്ങൾ അവരവർക്ക് ഓരോരുത്തർക്ക് ചെയ്യാൻ ദൈവതമ്പുരാൻ ശക്തം കെട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. ദൈവതമ്പുരാൻ തൻ്റെ ആദർശമായ വലതുകരം നീട്ടി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.